ലാലേട്ടന്റെ പഴയ ഇങ്ങനെ ഫോട്ടോസ്, ചിരിച്ച ഫോട്ടോസ് എല്ലാം ഇങ്ങനെ കാണിച്ച് അപ്പൊ എല്ലാവർക്കും സന്തോഷവും. അപ്പൊ അത് ടൈറ്റിൽ ട്രാക്കിൽ പിന്നെ അതിന്റെ ലിറിക്സും ഞാൻ ശ്രദ്ധിച്ച് ഇത് കഴിഞ്ഞിട്ടാണ് ഓ ഇതാണല്ലേ ഞാനപ്പോ പാടിയത് എന്നുള്ള ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പുള്ളിയുടെ ഒരു ആക്ടിങ് ജേർണി ആയിട്ടും എല്ലാമായിട്ടും ഒരു ചെറിയൊരു കണക്ഷൻ ലിറിക്സിലുണ്ട്. ഒരു കാലം തിരികെ വരും. പിന്നെ ഹരിജിയുടെ കൂടെ ഡിവറ്റ് ആണെന്ന് ഞാൻ ഇത് ഇറങ്ങുന്നതിന്റെ തലേന്നാണ് അറിയുന്നത്. ആ വേർഷൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയിരിക്കുന്നത്. പടം കണ്ടപ്പോൾ ചില ഗൂസ് ബംസ് വരുന്ന ഒരു ചില സീനുകളുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ. അതൊക്കെ കണ്ടപ്പോ വില്ലനാണ് മെയിൻ. ഹലോ ഇപ്പൊ എല്ലാവരും അങ്ങനെ പറഞ്ഞു ഹലോ. പടം കാണുവാണെങ്കിൽ അറിയാം അതൊരു മേജർ സംഭവം കഴിഞ്ഞിട്ടാണ് ഇവര് തമ്മി കാണുന്നത്. അപ്പൊ പോലും ഭയങ്കര ചിരിച്ച് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ബിനു, പപ്പു, അവരിങ്ങനെ പുതിയൊരു സ്റ്റോറി ഇട്ടപ്പോ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഓൾ ദി ബെസ്റ്റ് പുതിയ വർക്കിന്. അപ്പൊ പുള്ളി ഇങ്ങനെ മെസ്സേജ് അപ്പൊ എന്റെ ചേച്ചി കേട്ടായിരുന്നു, ആ എടാ ഇയാള് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സിനിമയാണ് എന്നുള്ളൊരു സംഭവം. വെണ്ണിലവേ വെണ്ണിലവേ വിനൈ താണ്ടി വരുവായ വിളയാട ജോഡി തേവൈ. ചെറിയ അഭിനയം പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അത് ഞാൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ആക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും. ഭയങ്കര പാടാണ് ആക്ട് ചെയ്യാൻ. അതെ അതെ അത് ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ ടീമിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഗൂഗിൾ മെന്റർ ആണെന്ന് തോന്നുന്നു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട്. മിഥുൻ ചേട്ടൻ അതൊരു ഡേഞ്ചർ സോൺ എപ്പിസോഡായിരുന്നു. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് നന്നായി പാടാം, അല്ലെങ്കിൽ നീ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പാടിയ ഒരു പാട്ടാണ്. പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ പ്ലസ് 2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. തുടരും സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ മനസ്സിലേക്ക് അറിയാതെ പതിഞ്ഞു പോകുന്ന ഒരു ഗാനമുണ്ട്. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച നമ്മളുടെ സ്വന്തം വിന്റേജ് ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന ആ ഗാനം. ദ മാജിക്കൽ വോയിസ് ബിഹൈൻഡ് മിഴിയോറും ഗൂഗിളാണ് ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയൽ നമ്മുടെ കൂടെ ഉള്ളത്. ഗൂഗിൾ, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. എന്ത് തോന്നുന്നു? ബിക്കോസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയാം ഇതിനു മുമ്പും പാടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ലാലേട്ടൻ, ശോഭന മാം, ഹരിഹരൻ സാർ, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു മൂവിയുടെ ഭാഗമാണ് ആയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ചേട്ടൻ? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാവരുടെയും ഇപ്പം ഒരു സിംഗർ ആണെങ്കിൽ എല്ലാവരുടെയും ഒരു ഡ്രീം, ചെറിയൊരു ഡ്രീമെങ്കിലും ആയിരിക്കും ഒരു പടത്തിൽ പാടാന്നുള്ളത്. അപ്പം അത് ലാലേട്ടൻ്റെ പടത്തിലായത് എനിക്ക് ഒത്തിരി ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അത് തുടങ്ങുമ്പോൾ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം, അത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു പരിപാടി ഉണ്ട് ആ ഒരു സ്ക്രീനിൽ കുറച്ച് അപ്പൊ അത് ഞാനിപ്പോ പറയുന്നില്ല, പക്ഷെ അത് എക്സ്പീരിയൻസ് ഭയങ്കര ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ അടുത്തിരുന്ന ആൾക്കാരും നോക്കിയായിരുന്നു, അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്തു ആ പാട്ട്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? സ്റ്റാർ സിംഗർ ത്രൂ തന്നെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു? ഡെഫിനറ്റ്ലി. സ്റ്റാർ സിംഗറിൽ ജെയ്ക്ക് ചേട്ടൻ ഇങ്ങനെ ഒരു ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ നാൾക്ക് ശേഷമാണ് ഡയറക്ടറിനെ വിളിച്ചു, ഷോന്റെ ഡയറക്ടറിനെ വിളിച്ചു. അപ്പം പുള്ളിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പാടണം എന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെ കേട്ടപ്പോ എന്തായിരുന്നു തോന്നിയത്? ആദ്യം എന്നോട് ആക്ച്വലി ഈ പടമാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പാട്ട്. ഞാൻ വേറൊരു ഷൂട്ടിലായിരുന്നു. അപ്പം എന്നെ ഇങ്ങനെ വിളിച്ചപ്പം എനിക്ക് അന്ന് തന്നെ എൻ്റെ ഒരു ബാൻഡ് ഉണ്ട്, മ്യൂസിക് ബാൻഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ചെന്നൈയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ കുറച്ച് തിരക്കാ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. വിൻസെന്റ് സാറാണ് വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ പാട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ സ്റ്റുഡിയോ ചെല്ലുമ്പോഴാണ് തുടരും മൂവിയിലെ പാട്ടാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈശ്വര അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായേനെ. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് വരും. പക്ഷെ നമ്മള് അതന്നെ ഞാൻ പറഞ്ഞത്, തുടരും എന്ന് പറഞ്ഞ മൂവി ലാലേട്ടൻ ശോഭന മാം ഒരു 20 years എന്തോ ആയിട്ട് കഴിഞ്ഞിട്ട് വരുന്ന കോംബോ ആണ് വീണ്ടും. അപ്പൊ ആ ഒരു മൂവിയില് പാട്ടെന്ന് പറയുമ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടി തന്നെ ആയിരിക്കും അല്ലെ പാടിയത്? ഡെഫിനറ്റ്ലി. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പാട്ട് ശരിയായാൽ മതി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ടെൻഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ അവിടുത്തെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ആണെങ്കിലും എല്ലാവരും ഒന്ന് കംഫർട്ടബിൾ ആക്കി പിന്നെ അങ്ങ് പാടി അത്രേ ഉള്ളൂ. അങ്ങനെ പാടി അപ്പൊ നമുക്ക് അതെ, ഇനി നമ്മൾ എന്തായാലും സിനിമയിലാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. ഇതൊരു പാട്ട് അതങ്ങ് പാടി എന്നങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. എനിക്കൊരു പാട്ട് പാടാൻ തന്നു അത് തന്നു പാട്. അതങ്ങ് അതെ പാടാം എന്നുള്ളത് മാത്രമേ അതെ, അപ്പൊ ഉള്ളൂ. നമുക്ക് പാട്ട് കേൾക്കണല്ലോ. ആ പാടാം അപ്പൊ പാടാം ഒന്ന് പാടാമോ? പാടാം പാടാം. ആ മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും. അടിപൊളി അടിപൊളി. Thank you. പിന്നെ ഞാൻ ഈ പാട്ടിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസും കൂടി ആയിരിക്കും, നമ്മുടെ തരുൺ ചേട്ടന്റെ ഒരു ഡയറക്ടർ ബ്രില്യൻസും കൂടി ആയിരിക്കും. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആളുകളെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ഈ പാട്ടില് നമ്മളുടെ ലാലേട്ടന്റെ പഴയ ഫോട്ടോസ് ആണ് കാണിക്കുന്നത്. അത് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഏതൊരു മോഹൻലാൽ ഡൈഹാർഡ് ഫാൻസ് ആണെങ്കിലും ഒന്ന് മനസ്സിൽ എന്തോ ഒരു ഫീലിങ്സ് തോന്നും. ആ ഫീലിങ്സ് അങ്ങനെ തന്നെ ആ സിനിമയുടെ ലാസ്റ്റ് വരെ ഉണ്ടാവും. അത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും. ആ ഡെഫിനറ്റ്ലി. കാരണം അത് എല്ലാവരും ലൈക്ക് എല്ലാ മലയാളികളും ലാലേട്ടൻ ഫാൻസ് ആണ്. ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞാലും ലാലേട്ടൻ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ലാലേട്ടൻ്റെ പഴയ ഇങ്ങനെ ഫോട്ടോസ്, ചിരിച്ച ഫോട്ടോസ് എല്ലാം ഇങ്ങനെ കാണിച്ച് അപ്പോൾ എല്ലാവർക്കും സന്തോഷവും. അപ്പോൾ അത് ടൈറ്റിൽ ട്രാക്കിൽ പിന്നെ അതിൻ്റെ ലിറിക്സും ഞാൻ ശ്രദ്ധിച്ച് ഇത് കഴിഞ്ഞിട്ടാണ് ഓ ഇതാണല്ലേ ഞാനപ്പോൾ പാടിയത് എന്നുള്ള ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പുള്ളിയുടെ ഒരു ആക്ടിങ് ജേർണി ആയിട്ടും എല്ലാമായിട്ടും ഒരു ചെറിയൊരു കണക്ഷൻ ലിറിക്സിലുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി. ടൈറ്റിൽ സോങ് എന്ന് അറിയാമായിരുന്നെങ്കിൽ കൂടി ഇങ്ങനെ അവരെ പ്രസന്റ് ചെയ്യുമെന്ന് അതെ, അതാണ് ഡയറക്ടർ ബ്രില്യൻസ്. ലാലേട്ടൻ ദിസ് മ്യൂസിക് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി ഒരു വൈബായിരുന്നു. ഇവൻ എനിക്ക് തന്നെ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോയി കണ്ടത്, ഒരു വല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബിക്കോസ് ഒന്നാമതേ എല്ലാവർക്കും അറിയാം ഈ ഒരു ഫിലിം എന്തായാലും അടിപൊളി ആയിരിക്കും എന്നുള്ളത് എല്ലാവരുടെയും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പാട്ടിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് എപ്പോഴാന്ന് വെച്ചാൽ ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, ലാലേട്ടനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ഈ പാട്ട് ഒന്നും കൂടി വെച്ച് നോക്കും. അപ്പൊ ശരിക്കും ഭയങ്കര ഒരു ഫീലാണ് ഈ പാട്ടിന്. കാരണം അതിപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറെ പേര് എന്നോട് പറയുന്നുണ്ട്, കുറെ മെസ്സേജസ് ആൻഡ് കുറെ ആർട്ടിസ്റ്റ് സ്റ്റോറി, പിന്നെ കുറെ പേര് ഇത് കവർ ചെയ്തിടുന്നു, പാടിയിട്ട് ഇടുന്നുണ്ട്. അപ്പം അത് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചേട്ടൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇപ്പൊ. അതെ അതെ അതെ. എനിക്ക് ആക്ച്വലി ഞാനിത് പാടിയ സമയത്ത് ജെയ്ക്ക് ചേട്ടൻ പറഞ്ഞായിരുന്നു ഭയങ്കര ഭാഗ്യമാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭാഗ്യം എന്ന് വെറുതെ അങ്ങ് പറഞ്ഞായിരിക്കും. പക്ഷെ ഇത് വന്നപ്പോഴാണ് ഇതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, ഇപ്പൊ എങ്ങനെയായിരുന്നു തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയുടെ കൂടെ ആയിരുന്നു കണ്ടത്? എല്ലാവരും എന്ത് പറഞ്ഞു? അപ്പറയും ഇപ്പറയും അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചേച്ചി വീഡിയോ എടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അച്ഛൻ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും സന്തോഷം. അവരുടെയൊക്കെ സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തതായിരിക്കും. പിന്നെ ഈ സോങ് ആക്ച്വലി 1 month മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഔട്ട് ഇറങ്ങി. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? നേരത്തെ ഇട്ടപ്പോഴേ ഓൾറെഡി ഗൂഗിൾ ചേട്ടനാണ് പാടി, ആ പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോ വേറൊരു ഫീലാണ്. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? അല്ല, ഇത് ഇറങ്ങിയപ്പം വീഡിയോ ഞാൻ പാടുന്നതിന്റെ ഒക്കെ സംഭവം വെച്ചിട്ടുള്ള ഒരു അപ്പൊ അത് ഹരിജിയുടെ കൂടെ ആയിരുന്നു. അപ്പൊ അതിൽ എൻ്റെ ഒരു ലൈക്ക് ഞാൻ പാടുന്ന വീഡിയോ കാണിച്ചു, ഇൻട്രൊഡ്യൂസിങ് ഗൂഗിൾ ഗോകുമാർന്ന് കാണിച്ചു. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഹരിജിയുടെ കൂടെ ഡിവറ്റ് ആണെന്ന് ഞാൻ ഇത് ഇറങ്ങുന്നതിന്റെ തലേന്നാണ് അറിയുന്നത്. ആ വേർഷൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇറങ്ങിയപ്പോൾ ഒത്തിരി സന്തോഷം. അന്ന് ഇതേപോലെ തന്നെ ഷെയർ ചെയ്തു. പക്ഷെ അത് കൂടുതൽ തന്നെ അറിയാവുന്നവരായിരിക്കും അത് കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇത് ഫുൾ മലയാളികൾ ഇനിയിപ്പോ തുടരും കാണാൻ ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചുരുക്കം ഉണ്ടാവുള്ളൂ. തിയേറ്ററിൽ പോകാൻ പറ്റുന്ന എല്ലാവരും
പോയി കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും കേട്ടു, പാട്ട് കേട്ടു. അപ്പോൾ കുറേ പേർക്ക് കണക്റ്റായി. അന്ന് കേൾക്കാത്ത കുറേ പേര് വീണ്ടും അത് കേട്ടു. പിന്നെ പടം കണ്ടു കഴിഞ്ഞൊന്നുകൂടെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കേട്ടപ്പോൾ അവർക്കത് പ്രത്യേകിച്ച് ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഹരിഹരൻ സാർ എന്ന് പറയുന്നത് ഒരു ലെജൻഡറി സിംഗർ ആണല്ലേ. അതെ അതെ ആളും ഈ പാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. ആളുടെ ഓൾറെഡി ഫാൻ ആയിരുന്നായിരിക്കുമല്ലോ പിന്നെ അല്ലെ? ഡെഫിനറ്റ്ലി ആളായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നോ? ഇല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തലേന്നാണ് അറിയുന്നത് ഡ്യുവറ്റ് ആണെന്ന് ഉള്ളത്. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ സംസാരിക്കാനൊന്നും ഈ പറ്റിയിട്ടില്ല. മൂവിയിൽ ആരെങ്കിലും അത് കഴിഞ്ഞിട്ട് കണ്ടായിരുന്നോ? ഈ ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് മൂവിയിലെ ആരും കണ്ടില്ല. പക്ഷെ ഇവരൊക്കെ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പം പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് തരുൺ ലാലേട്ടൻ വിളിച്ചോ? ലാലേട്ടൻ വിളിച്ചില്ല. തരുൺ ചേട്ടൻ വിളിച്ചു, പിന്നെ പ്രൊഡ്യൂസറായ രഞ്ജിത്ത് ഏട്ടൻ, എല്ലാരും വിളിച്ച് ഭയങ്കരമായിട്ട് തരുൺ ചേട്ടൻ എന്ത് അപ്രീഷിയേറ്റ് ചെയ്തു. പറഞ്ഞു? തരുൺ ചേട്ടൻ പറഞ്ഞു ഇത് കുറെ നാളായിട്ട് നമ്മുടെ ഫേവറേറ്റ് ആണ്, പാടിയപ്പോൾ തന്നെ ഇങ്ങനെ ഉറപ്പിച്ചായിരുന്നു. ആദ്യം ഒരു ട്രാക്ക് അയച്ചു കൊടുക്കുമല്ലോ, അപ്പൊ തന്നെ ഉറപ്പിച്ചു ഗൂഗിൾ പാടിയാൽ മതി എന്നുള്ള സംഭവം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ തരുൺ ചേട്ടൻ്റെ വൈഫിനാണെങ്കിലും ഇത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് പാട്ടായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷം. തരുൺ ചേട്ടന് ശരിക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ? പിന്നെ പിന്നെ തരുൺ ഈ ഒരു ജോണർ എടുക്കാനുള്ള ആ ഒരു ധൈര്യമാണെങ്കിലും നമ്മുടെ ലാലേട്ടൻ എങ്ങനെയായിരുന്നോ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ തന്നെ കൊണ്ടുവരുന്നതും ശരിക്കും ആസ് എ വ്യൂവർ ഈ മൂവി കണ്ടപ്പോ ശരിക്കും എന്തായിരുന്നു തോന്നിയത്? അല്ല, മൂവി കണ്ടപ്പം എന്തെങ്കിലും അറിയായിരുന്നോ ഈ മൂവിനെ? ലൈക്ക് ഈ പാടുന്ന ടൈമിൽ അറിയായിരുന്നോ മൂവി ഇങ്ങനെ? എനിക്കൊരു പ്ലോട്ട് മാത്രം അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് മറ്റേ ശോഭന മാം ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അത് ഈ പാട്ടിലും കുറച്ച് തമിഴ് ലിറിക്സ് വരുമ്പോ ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അത്രേ അറിയത്തുള്ളായിരുന്നു. അപ്പം അത് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പടം കണ്ടപ്പോൾ ചില ഗൂസ് ബംസ് വരുന്ന ഒരു ചില സീനുകളുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ. അതൊക്കെ കണ്ടപ്പോ എല്ലാം ലാലേട്ടനെ ഓരോ ഫ്രെയിമിൽ കാണിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ അത് വരാം. അതുപോലെ തന്നെ അതിലെ വില്ലനും അല്ലേ? അയ്യോ അടിപൊളിയായിരുന്നു. ഹലോ ഇപ്പൊ എല്ലാവരും അങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഹലോ എന്ന് പറയുമ്പോ. ഹലോ. പക്ഷെ അതിൽ ആ വില്ലനെ കണ്ടപ്പം എനിക്ക് തന്നെയാണെങ്കിലും ഈ മൂവിയിലെ ഓരോ എലമെന്റ് ആണെങ്കിലും എടുത്തു പറയാനുള്ളത് തന്നെയുണ്ട് അല്ലേ? അതിൽ ഈ വില്ലന്റെ കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ എപ്പോഴും നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ അറിയാതെ വന്നു പോകുന്ന കുറെ പേരുടെ ഒരു സിമിലാരിറ്റി ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് ഇല്ലേ? അങ്ങനെ ഫീൽ ചെയ്തോ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷെ അങ്ങനെ ഡെഫിനറ്റ്ലി ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല, ഇത്രയും സൈക്കോ ആൾക്കാരെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഡെഫിനറ്റ്ലി ആൾക്കാരുണ്ട്. കാരണം അത്രയും ഇപ്പം പടം കാണുവാണെങ്കിൽ അറിയാം, അതൊരു മേജർ സംഭവം കഴിഞ്ഞിട്ടാണ് ഇവര് തമ്മിൽ കാണുന്നത്. അപ്പൊ പോലും ഭയങ്കര ചിരിച്ച് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നിക്കുമ്പോ പക്ഷെ തുടരുവാണ് ഇപ്പോഴത്തെ എന്തായാലും വിശേഷം. ഇപ്പൊ ഭയങ്കര ഒരു സന്തോഷം തന്നെയുണ്ട്. ഇപ്പൊ നമുക്കറിയാം സ്റ്റാർ സിംഗറിലൂടെയാണ് ചേട്ടൻ വരുന്നത് അല്ലേ? അപ്പൊ അതിലെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചിരുന്നോ ഇത് കഴിഞ്ഞിട്ട്? ഡെഫിനറ്റ്ലി മെസ്സേജ് അയച്ചു, സ്റ്റോറികൾ ഇടുന്നു. എല്ലാവരും തിരക്കാണ്, ഷോസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും സ്റ്റോറി ഒക്കെ ഇട്ടു, ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രോസസ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരോടും. എടാ ഞാൻ ഇന്ന് പോയി, ഇനിയിപ്പോൾ അടുത്ത് ഒന്നുകൂടെ പോകണം, ശരിയാക്കാം, പിന്നെയും പോകണം, അതൊക്കെ ഇവരോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ സന്തോഷമാണ്. കൂടുതലും എങ്ങനത്തെ പാട്ടാണ് ചേട്ടൻ കേൾക്കുന്നത്? കേൾക്കാൻ ഇഷ്ടമുള്ളത്? കേൾക്കാൻ ഇഷ്ടം അല്ലേ? കേൾക്കാൻ ഇഷ്ടം ഇപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കുറച്ചു കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മറ്റേ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കും. സാധാ അനിരുദ്ധിന്റെ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കും. പക്ഷെ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ, കാരണം എനിക്ക് എപ്പോഴും ഞാൻ വെക്കുന്ന പാട്ടിനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിചാരിച്ച് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ട് വെക്കും. അതെ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പഴയ മെലഡി ജയചന്ദ്രൻ സാറിന്റെ അല്ലെങ്കിൽ ഗസൽസ് ഒക്കെ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കേൾക്കാൻ. ചിലപ്പോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് ബോറടിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ. പക്ഷെ എനിക്ക് മാത്രം ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ. അത് ഏത് പാട്ടാണെന്ന് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാം. ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ ആസ് എ സിംഗർ ഒരു മൂവി, അത് ഇത്രയും നല്ലൊരു മൂവിയിൽ ഒരു പാർട്ടായിട്ടുണ്ട്. അത് ഇനിയുള്ള ഒരു ആഗ്രഹം നമുക്ക് കമ്പോസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അടുത്ത് തന്നെ പറ്റുമായിരിക്കും. കാരണം നമ്മളിപ്പം അന്ന് പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പാട്ട് വരത്തില്ല. കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അടുത്ത് തന്നെ
വരുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലേ? പ്രതീക്ഷിക്കാം. ഞാൻ ഗൂഗിൾ ചേട്ടനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ കേട്ടത് ചെറിയൊരു മടിയൊക്കെ ഉള്ള ആളാണെന്നാണ്. അതെ, പക്ഷെ മടി മാറ്റി ഈ പടത്തിൽ പാടിയതോടെ മടി മാറ്റി. കാരണം നമുക്കൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഇത്രയും വലിയ പടത്തിൽ പാടി, ഇനിയോ മടി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. എന്നാൽ ഈ മടി എന്തായിരുന്നു? എന്ത് മടിയാ ഉദ്ദേശിച്ചേ? ലൈക്ക് എന്താ, നമുക്ക് പാടി പഠിക്കാനുള്ള മടിയാണോ? അല്ല, ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ഞാൻ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാറില്ല. തോന്നുമ്പം ഇരിക്കും. പിന്നെ അതുപോലെ സ്റ്റാർ സിംഗറിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി റൗണ്ട്സിൽ 2 പാട്ട് എടുക്കേണ്ടി വരും, അതിന്റെ ലിറിക്സ് കൃത്യമായിട്ട് എഴുതി പഠിക്കണം. അപ്പൊ അതൊക്കെ ഇച്ചിരി മടി ഉണ്ടായിരുന്നു, അതാണ് മടി എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പൊ മടിയൊക്കെ മാറി, ഇപ്പം മാറ്റി മാറ്റിയേ പറ്റൂ. മാറ്റിയേ പറ്റൂ, വേറെ പരിപാടി ഇല്ല. കാരണം ഇനിയിപ്പോ സ്വന്തമായിട്ട് ജീവിക്കണമല്ലോ. പിന്നെ ഇപ്പൊ ആളുകൾ കൂടുതൽ അപ്പൊ അവരുടെയുള്ള എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കുമല്ലോ. ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇനി അതിനുവേണ്ടി വർക്ക് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം അല്ലേ? പിന്നെ MSc സൈക്കോളജി പഠിച്ച ആളാണ് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ സൈക്കോളജി മ്യൂസിക്കും ആയിട്ട് എന്തോ ഒരു ബന്ധം. പക്ഷെ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ആളുകൾ കൂടുതൽ പറയുന്ന കേട്ടിട്ടില്ല. ശരിക്കും ഉണ്ടോ അങ്ങനെ? അല്ല, ഉണ്ട്. സൈക്കോളജി മ്യൂസിക്കും തമ്മിൽ ഒരുപാട് ബന്ധം ഉണ്ട്. ഈ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം അതിൽ എനിക്കും ഈ പറയുന്ന പോലെ എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. അതുകൊണ്ടായിരുന്നു സൈക്കോളജി എടുത്തത്? അതുകൊണ്ടല്ല സൈക്കോളജി എടുത്തത് എനിക്ക് അതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന എന്ത് തരത്തിലായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത്. ഇപ്പൊ അങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അയാൾ ഒരു ബേസിക് ഒരു സംഭവം മനസ്സിലാവും, പക്ഷെ എന്നാൽ അയാൾ എങ്ങനെ തരത്തിലുള്ള ആളാണ്, അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ മാജിക് ഒന്നും അല്ല, പക്ഷെ അയാളുടെ ചെറിയ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലാവും അയാൾ എന്ത് തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലാവും. ഓക്കെ. ഇപ്പൊ പക്ഷെ നമ്മൾ മ്യൂസിക്കിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ആണെങ്കിലും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് ഷോക്കായിട്ടിരുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ഓക്കെ ആയി പോകും. അതായിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അത് തന്നെയാണ് അതിന്റെ ഒരു ബേസിക് സംഭവം. ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറണമല്ലോ, അപ്പൊ അതിന് മ്യൂസിക് സഹായിക്കുന്നതായിരിക്കും മ്യൂസിക് തെറാപ്പി ആണല്ലേ? ഇപ്പൊ ചേട്ടൻ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കേട്ടാ ഓക്കെ, ഈ പാട്ട് കേട്ടാ ഞാൻ കൂളാവും, അങ്ങനെ തോന്നുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടിത്തരൂ. അങ്ങനെ ഒരു പാട്ടില്ല. അങ്ങനെ എന്നെ ഓക്കെ ആക്കാൻ പറ്റുന്ന ഒരു പാട്ടില്ലെന്നാ? അങ്ങനെയൊന്നുമില്ല. വിഷമത്തിൽ ഞാൻ അങ്ങനെ പാട്ട് കേൾക്കാറുണ്ട്, സന്തോഷത്തിലാണ് കൂടുതലും. എന്നാ സന്തോഷത്തിൽ കേൾക്കുന്ന ഒരു പാട്ട് പാടണം അല്ലേ? അതെ, എനിക്ക് പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. മനസ്സ് തുറந்தாயே நீ எங்கிருந்து வந்தாயோ நீ அடியே அடியே என்ன எங்கு நீ கூட்டி போற பல்லாங்குழி பாத புரியல உன்ன நம்பி வாரேனே இந்த காட்டு பைய ஒரு ஆட்டுக்குட்டி போலவும் பின்ன சுத்துறனே பல்லாங்குழி பாத புரியல உன்ன நம்பி வாரேனே இந்த காட்டு பைய ஒரு ஆட்டுக்குட்டி போலவும் பின்ன சுத்துறனே அடியே அடியே என்ன எங்க நீ கூட்டி போற அடியே அடியே என்ன எங்க நீ கூட்டி போற. ഇതാണ് ഞാൻ വീണ്ടും പാട്ട് പാടാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് നമ്മുടെ സ്റ്റാർ സിംഗറിൽ പാടിയപ്പോഴല്ലേ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ച് കൈയടിച്ചിട്ടുണ്ട്? ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട്, ഇപ്പോഴല്ല കുറെ നാൾക്ക് മുമ്പ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആ എപ്പിസോഡ്. കാരണം അതില് ഒരു ഇൻട്രോ അവർ പറയുന്നത് തന്നെ നിങ്ങളുടെ ടീമിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഗൂഗിൾ ഒരു പാട്ട്, അങ്ങനെ എന്തൊരു സംഭവം. എന്നിട്ട് മെന്റർ ആണെന്ന് തോന്നുന്നു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട്. മിഥുൻ ചേട്ടൻ അന്ന് എനിക്ക് തോന്നുന്നു അതൊരു ഡേഞ്ചർ സോൺ എപ്പിസോഡായിരുന്നു. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് നന്നായി പാടാം, അല്ലെങ്കിൽ നീ ഔട്ടാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പാടിയ ഒരു പാട്ടാണ് ഈ പാട്ട്. അങ്ങനെ അപ്പൊ കിട്ടിയ
സെറ്റായ ഒരു പാട്ടാണല്ലേ? അതെ അതെ ഇപ്പൊ നമ്മളിപ്പം സ്റ്റാർ സിംഗറിൽ നിൽക്കുമ്പോ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് ഇപ്പം ചില സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോ പാട്ടുകളൊന്നും അതേപോലെ സെറ്റ് ആവണമെന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പം അടിപൊളിയായിട്ട് നമുക്ക് പാടാൻ പറ്റിയ അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ? അത് ഏത് പാട്ടായിരുന്നു? സ്റ്റേജിൽ നമുക്ക് ഒന്നുകൂടെ എന്ന് വെച്ചാ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഫുള്ള് തെറ്റിച്ചു ഓ, ചേട്ടൻ. അങ്ങനെ അങ്ങനെ എന്നിട്ട് പക്ഷെ റിയൽ എപ്പിസോഡിൽ സെറ്റ് ആക്കിയ ഒരു പാട്ടുണ്ടായിരുന്നില്ലേ? അത് ഈ പറയുന്ന ദേവാശ്രീ ഗണേശ ഓ, പാട്ടാണ്. ദേവശ്രീ ഗണേശ. അത് ഞാൻ റിഹേഴ്സലിന്റെ സമയത്ത് കുറച്ച് ലിറിക്സ് അപ്പോഴും തെറ്റി. അപ്പം അവർ വിചാരിച്ചു ഇനി എങ്ങനെ പാടും, പക്ഷെ അത് വന്നു അങ്ങനെ വന്നല്ലേ? ഓക്കെ, അടിപൊളി. നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. അപ്പൊ നമ്മളുടെ സെഗ്മെന്റിന്റെ പേര് ഫേവറേറ്റ്സ് ഓഫ് ഫേവറേറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഗായകന്മാരുടെ പേര് വെച്ചിട്ടുണ്ട്. അവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് വെച്ചാൽ ആ പാട്ടിന്റെ കുറച്ച് വരി, ഒരു 2 വരി പാടിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് MG ശ്രീകുമാർ സാറിന്റെ കുറെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ ഒരെണ്ണം പാടാം. എനിക്ക് കുറച്ച് ഇടയ്ക്ക് കേൾക്കാറുള്ള പാട്ടാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാവരും ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ്, എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ ഇപ്പൊ ഈ ഒരു പാട്ട് റീൽസിലൊക്കെ കുറെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇനി എന്തായാലും എനിക്കറിയാം ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ട് ഉള്ള ആളാണ് വിധു പ്രതാപ്. നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാർ സിംഗർ എനിക്ക് തോന്നുന്ന സീസണിലെ മെയിൻ ഒരു അത്രയും അടിപൊളി ആവാൻ ഒരു പങ്കുവച്ച ഒരു ആളും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? ആളുടെ ആ ഒരു വൈബും ആളുടെ കൗണ്ടർ അടിക്കുന്ന ലെവലും എത്ര പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ആള് കൗണ്ടർ അടിക്കുന്നത്. അതെ 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 വിധുചേട്ടൻ എന്താ പറയാ, പാട്ടിനോടൊപ്പം തന്നെ ഒരു ഭയങ്കര ഒരു എന്റർടൈനർ ആണ്. ഭയങ്കര രസമാണ് ആളുടെ സംസാരമൊക്കെ കേൾക്കാൻ. നമ്മുടെ ഷോയിലും ഭയങ്കര ലൈവാണ്. കാരണം വിധുചേട്ടൻ ഉണ്ടെങ്കിൽ ആ സെറ്റിന് ഒരു അനക്കമുണ്ട്. പിന്നെ നമുക്ക് മറ്റേ കോൺവേഴ്സ് ചെയ്യാനും പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ, പുള്ളി നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ സംസാരിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. പുള്ളിയുടെ പാട്ട് പാടണം അല്ലേ? ഗുജറാത്തിക്കാൽ തള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ, മയിലാട്ടത്തിൽ ഭഗടാ ഭഗടാ, കരകാട്ടത്തിൽ ജഗടാ ജഗടാ, ഈ കൊലുസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. അടിപൊളി അടിപൊളി. അതിന്റെ കോറസ് ഞാൻ പാടുന്നില്ല. ആ സിനിമയും നല്ല വൈബ് സിനിമയായിരുന്നു. എപ്പോ കണ്ടാലും നമുക്കൊരു പിന്നെ അതെ ബോറടിക്കില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത്. കൊള്ളാം. ഓക്കെ, ഇനി ഹരിഹരൻ സാർ. വെണ്ണിലവേ വെണ്ണിലവേ വിനൈ താണ്ടി വരുവായാ, വിളയാട ജോഡി തേവൈ. വെണ്ണിലവേ വെണ്ണിലവേ വിനൈ താണ്ടി വരുവായാ, വിളയാട ജോഡി തേവൈ. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. வெண்ணிலவே வெண்ணிலவே வினை தாண்டி வருவாயா, விளையாட ஜோடி தேவை. അടിപൊളി. ഇനി AR റഹ്മാൻ. क्यों उर्दू फारसी बोलते हो, क्यों उर्दू फारसी बोलते हो, 10 कहते हो 2 तोलते हो, झूठों के शहंशाह बोलो ना, कभी झांको मेरी आंखें, कभी झांको मेरी आंखें, सुनाए एक दास्ता जो होठों से खोलो ना, है हैरते आशिकी जगह मत, पैरों से ज़मीं ज़मीं लगा मत, है
हैरते आशिकी जगा मत, पैरों से ज़मीं लगा मत, है हैरते आशिकी जगा मत, पैरों से ज़मीं लगा मत. അടിപൊളി അടിപൊളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഇൻബോക്സിൽ ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഒരു പാട്ട് പാടി തരും ചേട്ടാ എന്നൊക്കെ പറയാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട്? അങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ഇത്രയും പാടിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കുറെ പേർക്കൊന്നും പാടി കൊടുക്കാറില്ല. പക്ഷെ മൂടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാടും. പക്ഷെ ഒരു രസമല്ലേ? എനിക്ക് തോന്നുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഒരു സിംഗർ ഉണ്ടിലേക്ക് ഇത്രയും നന്നായിട്ട് പാടുന്നവരാണ് നമുക്ക് തന്നെ കേൾക്കുമ്പോ ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ എനിക്കത് കിട്ടുന്നില്ലല്ലോ. എനിക്ക് പാടാനില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് ഫ്രണ്ട്സിനെ പോലെ വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. എന്നെ കുത്തിയതാണോ? അങ്ങനല്ല, ഞാൻ ജനറലി മിക്ക പാട്ടുകാർക്കും അങ്ങനെയാണ്. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞ ഒരു ടെൻഷനാ. ടെൻഷൻ പിന്നെ ഡെഫിനറ്റ്ലി ഇത് നന്നാവണ്ടേ, ഇത് പാട്ട് വെറുതെ പറ്റില്ലല്ലോ. നെക്സ്റ്റ് വൺ കലാഭവൻ മണി. ഓക്കെ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി, അന്തിക്കൂടം കാമർത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ, പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം, വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദൈ, അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതി മൃദൈ, കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്കക്കറുമ്പി, അന്തിക്കൂടം കാമർത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അടിപൊളി അടിപൊളി. ഓക്കെ, നമ്മളുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. കുറേ പാട്ട് കേട്ടോ, എന്റെ സ്പോട്ടിഫൈയിൽ കുറെ പാട്ട് കേട്ടോ വരുന്നുണ്ട്. ഇനി നമുക്കൊരു ഫൺ സെഗ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് തുടരും മൂവി ഒരു 15 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തെങ്കിൽ അതിൽ കാസ്റ്റ് ചെയ്തേക്കാവുന്ന ചിലരെ പറയാം. ഓക്കെ, അവര് ഇപ്പൊ ഉള്ള തുടരും മൂവിയില് ഏത് ക്യാരക്ടർ ആയിട്ടായിരുന്നു നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പ്രസന്റ് കാസ്റ്റ് ആരൊക്കെയാണെന്നുള്ളത് ഓർത്തിട്ട് ഇതിൽ ആരെയാണ് അതിൽ പറ്റുന്നതെന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് വരും. യെസ്. ഫസ്റ്റ് ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ ഇവിടെ ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ ആരെ റീപ്ലേസ് ചെയ്യണം? അത് മറ്റേ ഒരു പുള്ളിയുള്ള മണിയൻ. നല്ലായിരിക്കും. അതെ. കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബന് വേണമെങ്കിൽ മറ്റേ അർജുന അശോകൻ. അല്ല, കാരണം കുഞ്ചാക്കോ ബോബന് വേറെ എവിടെയാ ഞാൻ ആലോചിക്കുന്നത്. വേണമെങ്കിൽ മോനായിട്ട്, മകനായിട്ട്. ഇപ്പൊ നമുക്ക് അതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. അർജുന അശോകന്റെ ക്യാരക്ടർ ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി വേണമെങ്കിൽ കുഞ്ചാക്കോ ബോബന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രകാശ് വർമ്മയുടെ മകളാക്കാം. ഓക്കെ. NF വർഗീസ്. വില്ലൻ ആക്കാം അല്ലേ? അത് നമ്മളിങ്ങനെ ചിത്രീകരിച്ച് നോക്കാം, ഓരോരുത്തരോട് ഇങ്ങനെ ആക്കിയ. NF വർഗീസ് ഒക്കെ അടിപൊളിയായിരിക്കും വില്ലൻ ആക്കിയ. പക്ഷെ ഈ വില്ലന് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ പുള്ളിക്കേ പറ്റൂ അങ്ങനത്തെ ഉള്ള ഒരു സംഭവം വന്നു. അതൊരു ആർട്ടിസ്റ്റിന്റെ, എനിക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് നേരി കണ്ടെങ്കിൽ ഇടിക്കാൻ തോന്നിയിട്ട്. എനിക്ക് കുറെ നാൾക്ക് ശേഷമാണ് ഒരു ഫിലിം കണ്ടിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് ഇത്രയും ദേഷ്യം. അത് പക്ഷെ ആക്ച്വലി അവരുടെ അത്രയും സ്കിൽ കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ, ഞാൻ ആക്ച്വലി ബിനു ചേട്ടനല്ലേ, ബിനു പപ്പു ചേട്ടൻ. അപ്പം അവരിങ്ങനെ പുതിയൊരു സ്റ്റോറി ഇട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഓൾ ദി ബെസ്റ്റ് പുതിയ വർക്കിന്. അപ്പൊ പുള്ളി ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ എന്റെ ചേച്ചി കേട്ടായിരുന്നു, എടാ ഇയാള് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സിനിമയാണ് എന്നുള്ളൊരു സംഭവം. അപ്പം വില്ലന്മാര് സക്സസ്ഫുൾ ആവുന്നത് നമുക്ക് അവരോട് ദേഷ്യം തോന്നുമ്പോഴാണ്. അതെ, അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മളുടെ തുടരും ഇപ്പോഴും സക്സസ്ഫുള്ളി തുടർന്നുകൊണ്ടിരിക്കുവാണ്. അതേപോലെ തന്നെ ഗോകുൽ ചേട്ടന്റെ ലൈഫിലെ ഈ ഒരു സിംഗർ ജേർണിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വളരെ നല്ല രീതിയിൽ തുടരട്ടെ. അപ്പം ഇപ്പം എന്തായാലും ഈ മൂവി സക്സസ് ആണ്. മൂവിയുടെ പാട്ടും വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്? ഗോകുൽ ചേട്ടന്റെ നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഗോകുൽ ഗോപകുമാർ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതില് കുറെ നല്ല മ്യൂസീഷ്യൻസ് ആയിട്ട് കൊളാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1-2 വീഡിയോസ് വരുന്നുണ്ട്. അപ്പം അതിലാണ് ഞാനിപ്പോൾ കൂടുതലും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാൻഡ് ഷോസ് ചെയ്യാനും ഒറിജിനൽസ് ഒക്കെ ഇറക്കാനും. അപ്പോൾ അത് നന്നായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ ചെറിയ അഭിനയം പരിപാടിയൊക്കെ
ഓക്കെ ആക്ടിങ് ഇഷ്ടമാണ്. ആക്ടിങ് ഇഷ്ടം ഇൻ ദ സെൻസ് ഞാനിങ്ങനെ ഒരു പടം ഇപ്പൊ ചെയ്തു. പുറത്ത് പറയാം എക്സ്ക്ലൂസീവ് ആണോ? എക്സ്ക്ലൂസീവ് അല്ല, അതിന്റെ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഒരു പടമാണ്. Okay. അതിന്റെ ഡയറക്ടർ പുതിയൊരു ആളാണ്, റോമിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അത് ഞാൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ആക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഭയങ്കര പാടാണ് ആക്ട് ചെയ്യാൻ. അതെ അതെ, അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ കുഴപ്പമില്ല, ഒരു ഫൺ പ്രോസസ്സാണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഇനി നല്ല ചെയ്യാൻ പറ്റും. അത് നല്ല റോളൊക്കെ വന്ന് ഒരു സിനിമാ നടനായിട്ടും സിംഗർ ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ബാൻഡും അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ വിജയിച്ച് മുന്നേറുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.